SDPI പിന്തുണ വിഷയത്തിൽ കോൺഗ്രസ് ആശയക്കുഴപ്പത്തിൽ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്ന് UDF നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന SDPI പ്രഖ്യാപനത്തിലുള്ള കോൺഗ്രസിന്റെ തണുത്ത പ്രതികരണം വൻ വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, എന്തായാലും കോൺഗ്രസിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ തീവ്ര മതമൗലികവാദികളുടെ വോട്ടുകൾ വേണം എന്ന് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് വോട്ട് തന്നാലും സ്വീകരിക്കും. അതുപോലെ തന്നെ ശശി തരൂർ, തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ തുറന്നടിക്കുകയുണ്ടായ. ഒരിടത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല SDPI പിന്തുണ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും UDF മത്സരിക്കുന്ന എല്ലായിടത്തും SDPI പിന്തുണ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് കടന്നിട്ടില്ല എന്ന്. അപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് സഖ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഇന്ന് നിലപാട് വ്യക്തമാക്കും UDF എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയത്. അതായത് തങ്ങൾ ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥികൾ പോലും നിർത്തുന്നില്ല, പകരം UDFനെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി SDPI പറയുന്നത് ഈ കേന്ദ്രത്തിൽ NDAയുടെ നേതൃത്വത്തിലുള്ള, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺഗ്രസിനെ, അതായത് UDFനെ പിന്താങ്ങുന്നതെന്നും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതെന്നും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ കക്ഷികളുടെ ഈ ഒരു പിന്തുണ കോൺഗ്രസ് ഏത് തലത്തിലായിരിക്കും എടുക്കുക എന്നുള്ള പൊതുവെ ഒരു കൗതുകവും പൊതുവെ രാഷ്ട്രീയ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ UDF ഇതിനോടൊരു തണുത്ത പ്രതികരണമാണ് എടുത്തിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ SDPI പോലുള്ള ഒരു മതമൂലിക സംഘടനകളുടെ പിന്തുണ തള്ളിക്കളയാതെ ആ കാര്യത്തിൽ ഒരു ആലോചിച്ച് തീരുമാനമെടുക്കുന്നു പറഞ്ഞത് പോലും ആ തലത്തിലുള്ള മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായി തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും കണക്കൂട്ടുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പ്രതിപക്ഷ അടക്കം പത്രസമ്മേളനങ്ങളിൽ SDPIയുടെ വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന്, ഈ സഖ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം UDFിന്റെ കൺവീനർ PP UDF കൺവീനറും ഇത്തരത്തിൽ പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ പൊതുവെ പൊതു സമൂഹത്തിൽ നിന്ന് വൻ വിമർശനങ്ങളൊക്കെ തന്നെയായിരുന്നു കോൺഗ്രസ് വഴിവെച്ചത്. മാത്രമല്ല ഈ പ്രശ്നം ഒരു ദേശീയ പ്രശ്നമായി മാറുന്ന കാഴ്ചകളാണ്, അതായത് ദേശീയ തലത്തിൽ പ്രചാരമായിട്ട് മാറുന്ന ഒരു കാഴ്ചകളാണ് കണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഈ ഒരു തീരുമാനത്തിന്, അതായത് കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ബംഗളൂരിൽ കർണാടകയിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു വശത്ത് ബംഗളൂരുവിൽ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് SDPI കോൺഗ്രസിനെ പിന്തുണച്ചതായി തനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. ഇത് ശരിയാണെങ്കിൽ ഈ കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിന് കീഴിൽ സുരക്ഷിതരായിരിക്കാൻ കഴിയുമോ? SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ അതിശയമില്ല. വർഗീയ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളെ പിന്തുണയ്ക്കുകയാണ്. SDPIയുടെ പിന്തുണ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കർണാടകയിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. അപ്പോൾ ആ തലത്തിൽ ഇത്തരത്തിലൊരു വിഷയം, അതായത് SDPI UDFനെ പിന്തുണയ്ക്കുന്ന വിഷയം ദേശീയ തലത്തിൽ പോലും ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ എന്താണ് തീരുമാനം, ആ തലത്തിലൊരു തീരുമാനം ഇപ്പോഴും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇന്ന് ഈ വിഷയത്തിൽ UDF ചർച്ച നടന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്ന് UDFന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം അപ്പോഴും ആനന്ദ്, കോഴിക്കോട് പലയിടത്തും സ്ഥാനാർത്ഥികൾക്കൊപ്പം, UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം SDPIയുടെ ചിത്രങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. SDPI നേതാവും പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പിന്തുണയ്ക്കുക തന്നെ ചെയ്യുമെന്ന്. അത് തന്നെയാണ് പൊതുവെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഈ ഒരു നീക്കത്തിൽ, ഈ നടപടികളിൽ കടുത്ത വ്യാമുഖ്യമുണ്ട്. എന്തായാലും ഈ NDAയുടെ സ്ഥാനാർത്ഥി MT രമേശ്, കോഴിക്കോട് പാർലമെന്റിലെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാനുള്ള ഒരു രഹസ്യ ധാരണയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിന്റെയും SDPIയുടെ നേതാക്കൾ തമ്മിൽ ഈ ഒരു ധാരണ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസിനെ SDPI പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും SDPI നേതാക്കന്മാരും ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം NDAയുടെ സ്ഥാനാർത്ഥി, കോഴിക്കോട് ലോക്സഭ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള MT രമേശ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് കൂടുതൽ വിമർശനങ്ങളൊക്കെ ആയിരിക്കും വഴിവെക്കേണ്ടി വരിക. എന്തായാലും ഇന്നത്തെ ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്തായാലും ഈ നിലപാട് SDPI തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസ് SDPI സഖ്യത്തിലെ നിലപാട് ഇന്ന്
UDF നേതാക്കൾ വ്യക്തമാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ SDPI പറയുന്നത് ഇപ്പോഴും തങ്ങൾ സഖ്യം ചേരാൻ പോകുന്നത് അല്ലെങ്കിൽ സഖ്യം ചേർന്നിരിക്കുന്നത് കോൺഗ്രസുമായിട്ട് തന്നെയാണ്. പല നേതാക്കളും അത് വ്യക്തമായി കഴിഞ്ഞു. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 4 വോട്ടിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ നേതാക്കളെ അടക്കം കൊന്നവരുമായിട്ട് കൂട്ടുകൂടുന്നെന്നുള്ളൊരു കാര്യം UDF നേതാക്കൾ ഓർമ്മിക്കേണ്ടതിരിക്കുന്നു. ഭീകരവാദികളുമായിട്ടുള്ള ഒരു കൂട്ട് അവസാനിക്കണം, ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇന്നത്തെ ഈ ജനസമൂഹം ചിന്തിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടാണ് ആനന്ദ് പുത്തൂര് നൽകിക്കൊണ്ടിരുന്നത്.